പരിപാടി? എന്റെ പൊന്ന് രവിയേട്ടാ, പുറത്ത് വെണ്ടക്കാശത്തിൽ എഴുതിയിട്ട് കണ്ടില്ലേ? ഇല്ല, ഞാനൊന്നും കണ്ടില്ല. എന്റെ പൊന്ന് രവിയേട്ടാ, ഈ നാടാകെ നാട് മുഴുവൻ മൈക്കിൽ കൊടുത്തപ്പോ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല, അറിഞ്ഞില്ല. എന്റെ രവിയേട്ടാ, അങ്ങനത്തെ ബോധമില്ലേ? ആ, ഇപ്പൊ പിടികിട്ടി. കൊറോണന്റെ കുത്തിവെപ്പാണല്ലേ? നന്നായി. നമ്മുടെ കേരളപ്പേട്ടമാൻ ഗോപാലൻകുട്ടിയല്ലേ? നമ്മൾ ഗോപാലൻകുട്ടിയോ? ഡോക്ടറായി. ഡോക്ടറോ? അതേ നാടിന്റെ സ്വീകരണമാണ്. സ്വീകരണോ? നമുക്ക് ഈ ഓൾഡ് ഫാഷൻ സാധനങ്ങളല്ലോ ഉണ്ട്. ഇപ്പൊക്കെ പുതിയത് നീ ഒന്നും കൂടി പറഞ്ഞേ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടാൻ. ഇനി പാട്ടും ഡാൻസും മാത്രം പോരാ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. ഒരു നാടൻ പാട്ടായാലും ജോറാവും. അത് മതി. രാവിലെ തന്നെ കുടിച്ചിട്ടുണ്ടോ? ഈ നാട്ടുകാരെ മൊത്തം പിടിച്ചറക്കാൻ പറ്റിയ ഒരു സ്വയം ബസാണ് ഈ വർഗീസന്റെ. വർഗീസന്റെ പാട്ട് എന്നാ കേട്ടോ ജനതകളെ. വർഗീസന്റെ സ്വന്തം പേപ്പറിൽ സ്വന്തം കൈ ചെറിയൊരു പരിപാടം പേപ്പർ കാണാനില്ല. കുഴപ്പമില്ല, വർഗീസേട്ടൻ കാണാതെ പാടും. ഈ കവിതയിൽ ജീവിച്ചിരിക്കുന്നവരോ ജീവിച്ചിരിക്കാത്തവരോ ആയിട്ടും യാതൊരു ബന്ധവുമില്ല, കേൾക്കുന്നവരോ കേൾക്കാത്തവരായിട്ടും യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആധുനിക കഥ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഭാരതമെന്നാൽ പാറി നടുവിൽ കേവലം ഒരു പിടിപ്പെന്നല്ലോ. നാട്ടുകാരെ കേക്ക് വർഗീസാട്ടൻ കോപ്പിയടിയാണെന്ന്. അതിന് വർഗീസാട്ടൻ ചാവണം. അല്ലച്ചാൽ ഈ മലയാളികൾ ഇങ്ങനെ തന്നെ കഴിവുള്ളവരെ അംഗീകരിക്കില്ല. എന്നാ ഇവിടെ വന്ന് പരിപാടി നടത്താൻ പറഞ്ഞാലോ അടിക്കവര്. അതിന് സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. അത് ഈ വർഗീസാട്ടനല്ലോ. വർഗീസാട്ടൻ ഒരു ചാൻസ് കൊടുത്താ പോയി നമ്മുടെ കേരളപ്പേട്ടനെ കണ്ടില്ലല്ലോ. അത് നമ്മുടെ ഗോപാലൻകുട്ടി അയച്ച കേരളപ്പേട്ടല്ലേ? ഇതിന് പണ്ട് പറയണ്ടേ? ഇതൊക്കെ അധ്വാനിക്കുന്ന ഒരു കർഷകനല്ലേ? കർഷകനോ? ആ വാക്ക് നീ ഉച്ചരിക്കരുത്. അഴുക്കിച്ചാലിക്ക് അങ്ങനെ പട്ടിക്കും പൂച്ചിക്കുണ്ടാവും ഇതിനേക്കാളും അന്തസ്. ഫ്രണ്ടിലേക്ക് കൊണ്ടുവച്ചാലോ. ഞങ്ങളെന്നറിയില്ലേ? എടാ, നമ്മൾ ചെറുപ്പം തൊട്ട് ഒന്നിച്ച് പഠിച്ചില്ലേ? നിങ്ങൾക്ക് ഞങ്ങളെ ഓർമ്മയില്ലേ? എനിക്ക് നിങ്ങളെന്ന് അറിയില്ല. എന്റെ തല എന്റെ തലയൊക്കെ പോയി പെരുക്കണേ. ആരെങ്കിലും ഒഴിവോസാ ഗോപാലൻകുട്ടി, നിനക്ക് എന്ത് പറ്റി? നീ കുടിച്ചിട്ടുണ്ടോ? നീ കുടിച്ചിട്ടുണ്ടോന്ന്? ഇല്ല, മാനില്ല. എടാ, നിനക്ക് എന്താണ് പറ്റി? ഇനിയും നിനക്ക് നല്ലൊരു ഡോക്ടർ ആവാൻ പറ്റും. ഡോക്ടർ രവിയുടെ മായികയൊക്കെ എന്തോ മറന്നുപോയി. സ്വപ്നം മാത്രമാണ് ഈ ഡോക്ടർ എന്നത്. ഇതിൽ പരമേന്ത്യ മേൽവിലാസം വെറുതെ വിടാനോ? എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി ഞാൻ മടങ്ങും. നീ ബലിയാളാണ്. ലഹരി ഭ്രാന്തിന്റെ ബലിയാണ്. നിന്റെ മുഖത്തൊലിക്കുന്ന ഓരോ തുള്ളിയും ലഹരിയാണ്. അത് അനുഭവിക്കുന്ന 1000 പേരാണ്. എനിക്കൊരു കുടുംബമുണ്ട്, അവർക്ക് മറ്റാരുമില്ല. വിളികൾ കേട്ടാൽ അനിയെന്ന് മനസ്സാണെന്ന് കരുതിയോ? നിനക്ക് തെറ്റി. ലഹരി ഭ്രാന്താണ്. ലഹരി ഭ്രാന്താണ് ഞാൻ.
ഞാൻ കാണുന്നു, എല്ലാം കാണുന്നതിനാണ് ഞാൻ. ഒരർത്ഥത്തിൽ കാലം തന്നെ. ഇതും എനിക്ക് കണ്ടല്ലേ പറ്റൂ. കേളപ്പേട്ടന്റെ സ്വപ്നം ഒരു പളുങ്ക് കൊട്ടാരം പോലെ തകർന്നു പോയി. അങ്ങനെ ഏതെല്ലാം സ്വപ്നങ്ങൾ, ആരുടെ എല്ലാം സ്വപ്നങ്ങൾ കിട്ടാനുണ്ടല്ലോ കടകളിലും സ്കൂളുകളിലും, എന്തിനും ഓൺലൈനിൽ പോലും. വർഗീസ് നല്ല ഫോമിലാണല്ലോ. വർഗീസ് എന്നും ഫോമില്ല. വർഗീസ് ഓൾവേസ് തന്നെ ഞാനൊന്ന് കാണാനിരിക്കും. സാറിന് കാണാതിരിക്കും. നമ്മളെല്ലാം കോമ്പിനേഷൻ ആണ് സാറേ. താൻ ഇങ്ങനെ കുടിച്ച് നശിക്കരുത്. താൻ മാത്രമല്ലോ തന്റെ കുടുംബത്തിന്. ഞാൻ മാത്രമല്ല എന്റെ കുടുംബത്തിന്. താനാണ് അവർക്ക് ആശ്രയം. ഞാനാണ് ആശ്രയം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. എന്റെ കൊച്ചുങ്ങൾ സാറിന്റെ സ്കൂളിലല്ലേ പഠിക്കണേ? 3-ല്. 3-ലോ 2-ലോ അവരെങ്ങനെയുണ്ട് സാറെ പഠിക്കാൻ? കൊള്ളാം, നല്ല ചോദ്യം. നീ അവർക്ക് വല്ല അവസരം കൊടുക്കുന്നുണ്ടോ? അവസരം കൊടുക്കണ്ടോ? ഡ്രസ്സിന് ഡ്രസ്സ്, ബുക്കിന് ബുക്ക്, പെന്നിന് പെണ്ണ്, പോരെ സാറേ. മനസമാധാനം അത് നീ കൊടുക്കാറില്ല. മനസ്സമാധാനം അതിനു വേണ്ടിയിട്ടാണ് വർഗീസ് 2 നേരം മോന്തണത്. മറ്റേ മനസമാധാനം കിട്ടാറുണ്ടോ? ജീവിതമാണ് മോനെ ലഹരി. അതുകൊണ്ട് നീ കുടി നിർത്തിയിട്ട് നല്ലൊരു മനുഷ്യനാവണം. നല്ലൊരു മനുഷ്യനാവും. വിളി കേട്ടോ, എന്റെ മക്കളെ വിളിച്ച്. കണ്ണും കാതും തുറന്നേക്ക് വർഗീസേ. ഈ സമൂഹം മൊത്തം നിന്നെ കേൾക്കാനുണ്ട്. നീ ഒരു പുതിയ മനുഷ്യനാവണം. ഞാനൊരു പുതിയ മനുഷ്യനാവും. പുതിയ മനുഷ്യനാവും. പുതിയ മനുഷ്യൻ. മാർഗദർശിത്തു മാർഗദർശി മതിയാക്കോ നിന്റെ ഉപദേശം. ഇതിനിവിടെ എന്ത് പ്രസക്തി? ഇത് എന്റെ ലോകമാണ്. ഞാൻ തീരുമാനിക്കും ഇവിടെ എന്ത് ചെയ്യണമെന്ന്. ലഹരിയുടെ വലകൾ നെയ്ത് ഒരു ചിലന്തിയെ പോലെ ഞാൻ കാത്തിരിക്കും ആയിരക്കണക്കിന് കുട്ടികളെ. വേണോ കുറച്ച് ഒരു ചെറുതുള്ളി, ഒരു ഫീർജമാനയുടെ ചുമ്പൽ പോലും നിങ്ങളെ മായിക ലോകത്തേക്ക് നയിക്കും. വരൂ, എന്നിലേക്ക് വരൂ. നീയോ, നീ എന്തിനാണ് വന്നു? എന്താ സുഹൃത്തെ, ഈ കണ്ണുകളിലേക്ക് നോക്കൂ. വാ, എന്നിലേക്ക് വാ. ഞൊടിയിടകൾ കൊണ്ട് ലക്ഷ്യങ്ങൾ സമ്പാദിക്കാം. കഞ്ചാവ്, ഷരഫ് ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. വരൂ സുഹൃത്തെ, വാ. ഇല്ല, നീ ഒരാളെ സമ്മതിക്കില്ല. വരൂ സുഹൃത്തെ. ഈ ചങ്ങലകളിൽ നിന്ന് മുറിച്ചു മാറ്റുവാൻ ആരുണ്ട് ഇവിടെ? ഇത് അവസാനത്തെ യുദ്ധമാണ്. വിമുക്തിയിലേക്ക് നയിക്കുവാൻ ആരുണ്ട് ഇവിടെ? ഈ വിധത്തിരുന്നകളെ ഇല്ലാതാക്കുവാൻ ആരുണ്ട് ഇവിടെ? ഞാനുണ്ട് മാഷേ, ഞാനുണ്ട്. പതിനെട്ടിയല്ലേ? അതെ, പണ്ട് എനിക്കൊരു അമ്മ ആ ഓർമ്മകളെ ഞാൻ വേരോടെ പിടിച്ചിരുന്നു. ഇതെന്റെ പുതിയ ജീവിതമാണ്. വരൂ, എല്ലാരും വരൂ, നമുക്ക് ലഹരിക്കത് കൈകോർക്കാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ. കരും കണക്കി